ടെക്നീഷ്യന്മാർക്ക് കെണിയായിട്ടുള്ളൊരു കംപ്ലയിൻറ്റ് കാണാം. LED ടിവിയുടെ ബോർഡിൽ ഇതുപോലെ ബാക്ക് ലൈറ്റ് ബ്ലിങ്കിങ് ആവുന്ന കംപ്ലയിൻ്റാണ്. ഇവിടെ എനിക്ക് കിട്ടിയ കംപ്ലയിൻ്റാണിത്. ബാക്ക് ലൈറ്റിൻ്റെ ഇൻവെർട്ടർ സെക്ഷനിൽ വോൾട്ടേജ് പ്രോപ്പർ ആവാതെ വരുന്നൊരു കംപ്ലയിൻ്റാണിത്. അങ്ങനെ വരാനുള്ള കാരണങ്ങൾ എന്താണെന്ന് ഈ വീഡിയോയിൽ വിശദീകരിക്കാം. ആദ്യം നമ്മൾ സെക്കൻഡറി വോൾട്ടേജ് എല്ലാം സ്റ്റഡി ആണോ എന്ന് ചെക്ക് ചെയ്യണം. 12 വോൾട്ട് സ്റ്റഡി ആണോ എന്ന് നോക്കണം. അതിനുശേഷം ബാക്കിയുള്ള സെക്ഷൻ്റെ ഔട്ട്പുട്ട് നോക്കണം. ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഇൻവെർട്ടർ സെക്ഷൻ്റെ വോൾട്ടുകൾ സ്റ്റഡിയല്ല. സിയുടെ ഭാഗത്ത് വേരിയേഷൻ കാണിക്കുന്നുണ്ട്. വരാനുള്ള കാരണങ്ങൾ 12 വോൾട്ട് സ്റ്റഡി അല്ലെങ്കിൽ വരാം, അല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഷോർട്ടോ ഡാമേജോ ഉണ്ടെങ്കിൽ വരാം. സപ്ലൈ സെക്ഷനാണോ അതോ സെക്കൻഡറി സെക്ഷനാണോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം. ബോർഡിൻ്റെ കേസിൽ പവർ സപ്ലൈ സ്റ്റഡിയാണ്. ഇൻവെർട്ടർ AC ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ലെഡ് മെൽറ്റാവാൻ വേണ്ടി കുറച്ച് ഫ്ലെക്സ് യൂസ് ചെയ്യുകയാണ്. SMD റീവർക്ക് സെക്ഷൻ ഉപയോഗിച്ചും സോൾഡറിങ് അയൺ ഉപയോഗിച്ചും നമുക്ക് ഈ IC റിമൂവ് ചെയ്യാം. ഇവിടെ എൻ്റെ ഈ ഗുട്ടിൻ്റെ സോൾഡറിങ് അയൺ ഉപയോഗിച്ച് ഈ IC മാറാൻ പോവുകയാണ്. സാധാരണ വരാറുള്ള ഇഷ്യൂ ജസ്റ്റ് ബാക്ക് ലൈറ്റ് കത്തിയിട്ടങ്ങ് പോകുന്ന കംപ്ലയിൻറ്റ് വരാറുണ്ട്. സെക്ഷന് ഫിൽറ്റർ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ വരാം. സപ്ലൈ ഇഷ്യൂ ഉണ്ടെങ്കിലും അങ്ങനെ വരാം. ഫീഡ്ബാക്ക് സെക്ഷനോ അല്ലെങ്കിൽ പവർ സപ്ലൈയിലുള്ള സ്വിച്ചിങ് IC കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും അങ്ങനെ വരാം. റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി അത് ക്ലീനിങ്ങിലേക്ക് കടക്കുകയാണ്. സർവീസ് ചെയ്യുമ്പോൾ അടുത്തുള്ള സപ്പോർട്ടിങ് കമ്പോണൻറ്റുകളൊക്കെ കെയറായിട്ട് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഉള്ളതും കൂടെ പോവും. എന്ന കാര്യങ്ങൾ വളരെ വൃത്തിയും നീറ്റുള്ളതായിരിക്കണം. പ്രിൻറ്റ് മസ്റ്റായിട്ട് നോക്കണം, പൊട്ടരുത്. ഇപ്പോൾ കംപ്ലയിൻറ്റ് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബോർഡ് 32 ഇഞ്ച് സ്മാർട്ട് സോളിഡെയർ എന്ന ബ്രാൻഡിൻ്റെ മദർ ബോർഡാണ്. അവരൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും, നീ എപ്പോഴും ആ സോളിഡെയറിൻ്റെ TV തന്നെയാണോ സർവീസ് ചെയ്യുന്നതെന്ന്. അതിനുള്ള മറുപടി പറയാം. ഞാൻ ആ സർവീസ് സെൻറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ ടെക്നീഷ്യനാണ്. കൊല്ലം ജില്ലയിൽ പുനലൂർ സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ നാട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ബോർഡിൽ നിന്ന് സെയിം IC കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് നോക്കാം. ആദ്യം ഊരി മാറ്റിയ IC വീഡിയോയുടെ വലത് കാണുന്നുണ്ട്. പണ്ട് നാട്ടിൽ ഞാൻ CRT വർക്ക് ചെയ്യുമ്പോൾ നാട്ടിൽ ചിലർ എൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി, നീ എത്തിക്സിന് നിരക്കാത്ത രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ എനിക്കിതിൽ 150 രൂപയുടെ ഒരു LED ഡ്രൈവർ ബോർഡ് വെച്ചാൽ പോരെ. ഒരാളെക്കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കാതെ വിലയിരുത്തരുത്. നമ്മുടെ സമൂഹത്തിലുള്ള കോമഡികൾ എന്തെന്ന് വെച്ചാൽ, പണിയറിയാവുന്ന ഒരുപാട് ടെക്നീഷ്യന്മാരുണ്ട്, എന്നാൽ അവർക്ക് വർക്ക് വളരെ കുറവായിരിക്കും. ഒന്നും അറിയാത്ത ചിലരുണ്ട്, ലുക്കും കാണിച്ച് ജാടയും കാണിച്ച് എന്തൊക്കെയോ വലിയ സംഭവം എന്നുള്ള രീതിയിൽ പോകുന്ന ടീംസുണ്ട്. അവരെയൊക്കെ ഈ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയ ടെക്നീഷ്യനെ പ്രൊഫഷണൽ എന്നൊക്കെ ഉള്ള ധാരണയിൽ അവരെ വിളിച്ച് വർക്ക് കൊടുക്കും. എന്നിട്ട് ലാസ്റ്റ് അവർക്ക് പണിയും കിട്ടും. കടയിൽ കിട്ടുന്ന ലോക്കൽ മൊഡ്യൂളും മേടിച്ച് വെച്ച് ഒപ്പിച്ചു വിടും ചിലർ. ഇലക്ട്രോണിക്സ് വർക്ക് എന്ന് വെച്ചാൽ കംപ്ലയിൻറ്റിൻ്റെ സ്വഭാവം മനസ്സിലാക്കി അത്യാവശ്യം നീറ്റായിട്ട് ആത്മാർത്ഥമായിട്ട് അതിൻ്റേതായ രീതിയിൽ തന്നെ ചെയ്താലേ അത് പൂർണ്ണമായും നിലനിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഉറപ്പായിട്ടും റിപ്പീറ്റ് വരും. സർവീസ് കഴിഞ്ഞ് ഇനി ക്ലീൻ ചെയ്യുകയാണ്. ക്ലീൻ ചെയ്തതിന് ശേഷം ഓണാക്കി ചെക്ക് ചെയ്ത് നോക്കാം. ടെക്നീഷ്യന്മാരോടായിട്ട് പറയുകയാണ്, ഇങ്ങനെയുള്ള ഇഷ്യൂ കിട്ടുമ്പോൾ ആദ്യം ബാക്ക് ലൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞ് വലിച്ചിളക്കേണ്ട ആവശ്യമില്ല. ആദ്യം ബാക്ക് ലൈറ്റ് പൂർണ്ണമായി ചെക്ക് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ആ സെറ്റിൽ വേറൊരു ബോർഡ് ഇട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വലിച്ചിളക്കിയാൽ മതി. മോഡലൊക്കെ ഫ്രെയിംലെസ് സെറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരുപക്ഷെ വെറുതെ വലിച്ചിളക്കിയാൽ നമുക്ക് ടേപ്പ് നഷ്ടമാകും. അത് പറഞ്ഞതേ ഉള്ളൂ. ഫിനിഷിങ് കഴിഞ്ഞു. നമുക്കിനി സെറ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഈ വീഡിയോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ എടുത്തതാണ്. മുൻപ് ഞാൻ ചെക്ക് ചെയ്തതൊന്നുമല്ല. സെറ്റ് പൾസായിട്ടുണ്ട്. ബാക്ക് ലൈറ്റ് കത്തി സ്റ്റഡിയാണ്. പാനൽ കൊടുത്തിട്ടില്ല. ബാക്ക് ലൈറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് വേറൊരു പാനലിട്ട് ചെക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് വ്യക്തമാവുന്ന രീതിയിൽ കാണിക്കാം. പൾസ് കൊടുത്ത് ബാക്ക് ലൈറ്റ് കത്തിയിട്ടുണ്ട്. സർവീസ് ചെയ്ത മദർ ബോർഡ് BOE പാനലിൽ സെറ്റ് ചെയ്യുന്ന ടൈപ്പ് മദർ ബോർഡാണ്. ഇപ്പോൾ കയ്യിൽ ചെക്ക് ചെയ്ത പാനലിൽ പറ്റില്ല. മറ്റൊരു പാനലിൽ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. 32 ഇഞ്ചിൻ്റെ ക്ലൗഡ് സീരീസ് ഈ ടൈപ്പ് മദർ ബോർഡാണ് വരുന്നത്. സൈഡ് സ്ട്രിപ്പ് വരും. BOE പാനൽ മാച്ചിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ സെറ്റ് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. സർവീസ് സപ്പോർട്ടിനും സംശയങ്ങൾക്കും കോൺടാക്റ്റ് ചെയ്യാം. കോൾ എടുക്കുന്നതാണ്, മറുപടികൾ തരും. പാനലായതുകൊണ്ട് മാപ്പിംഗ് ഒക്കെ കറക്റ്റായിരിക്കും. മാപ്പിങ്ങിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഉടനെ വരുന്നതാണ്. റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. 32 ഇഞ്ചിൻ്റെ ക്ലൗഡ് സീരീസാണ്. നല്ല പിക്ചർ ക്വാളിറ്റിയാണ് ഈ മോഡലിന്. ഇവർക്കും നല്ല ഫാസ്റ്റാണ്. ഷൂട്ടിങ്ങിലേക്ക് കടക്കുകയാണ് സെറ്റ്. ഞാൻ എന്നെക്കുറിച്ച് നിങ്ങളോട് പരിചയപ്പെടുത്താം. ഞാൻ ചെയ്യുന്ന വർക്കുകൾ സ്മാർട്ട് TV, LED TV കൂടാതെ ഓഡിയോ സിസ്റ്റം സർവീസ് ചെയ്യും. ബൂഫർ സിസ്റ്റം, പിന്നെ അതുപോലെ ബേസ് ട്യൂബ്, പിന്നെ ഹോം തിയേറ്റർ, പിന്നെ ആംപ്ലിഫയർ, പിന്നെ ഓഡിയോ സിസ്റ്റങ്ങൾ പൂർണ്ണമായും സർവീസ് ചെയ്യും.